ശക്തമായ അടിയൊഴുക്കുള്ളതും 25 അടിയിലേറെ താഴ്ചയുള്ളതുമായ നദിയാണ് ഗംഗാവാലി. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി കർണാടകയിലെ പ്രധാന നദിയാണ്. ഹൂബ്ലിക്ക് സമീപത്ത് നിന്ന് ഉത്ഭവിച്ച് നിബിഡ വനങ്ങളിലൂടെ സഞ്ചരിച്ച് അറബിക്കടലിൽ ചേരുന്ന ഈ നദി ഏകദേശം 161 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തെരച്ചിൽ ഇപ്പോൾ വളരെ ദുർഘടം പിടിച്ച ഒരു അവസ്ഥ തന്നെയാണെന്ന് വേണം കരുതാൻ. എന്തായാലും കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനായി ഗംഗാവാലി പുഴയിൽ വിദഗ്ധ സംഘത്തിന്റെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അപകട സമയത്ത് ഗംഗാവാലി പുഴയിലൂടെ തടിയടക്കം ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഇത് അർജുന്റെ ലോറിയിലെ തടിയെന്നാണ് സംശയിക്കുന്നത്. ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. പ്രദേശത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, വളരെ ദുർഘടമായ ഭൂപ്രദേശമാണ് ഈ നദിയുടേത്. നദിയിലെ ഒഴുക്ക്, വ്യതിയാനങ്ങൾ എന്നീ സങ്കീർണതകൾ അതിജീവിക്കുവാൻ സൈന്യത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രെയിനുകളും വിഞ്ചുകളും ബാരജുകളും ഡൈവിംഗ് ഗിയറും എന്നിവയുൾപ്പെടെ ആവശ്യമായ ഉപകരണങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തിക്കേണ്ടതുണ്ട്. നദീതീരത്തേക്ക് ഷിരൂർ കുന്നിൽ ചെരുവിലെ പാതകളിലൂടെ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ എത്തിക്കുന്നതും റെസ്ക്യൂ ടീമിന് വെല്ലുവിളി തന്നെയാണ്. വെള്ളം കലങ്ങി നിറയുമ്പോൾ അതിന്റെ തടസ്സം വേറെയുണ്ടാകും. മുങ്ങൽ വിദഗ്ധരുടെ സേവനവും അത്യാവശ്യ സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടി വന്നേക്കും. ക്രെയിനുകളും സജ്ജീകരിക്കണം. ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 8ാം ദിവസവും തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഗംഗാവാലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞ് കൂടിക്കിടക്കുന്ന മൺകൂനകൾ ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബോറിംഗ് യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ തുരന്നുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതീക്ഷ പകർന്ന സംഭവത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടപെടലും. വിഷയം ഗൗരവമാണെന്ന് നിരീക്ഷിച്ച കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. നിലവിലെ സ്ഥിതി അറിയിക്കാനാണ് നിർദ്ദേശം. ബുധനാഴ്ച തന്നെ മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഹർജി പരിഗണിച്ചത്. കോടതി ഇടപെടൽ തെരച്ചിലിന് ഊർജം പകരുമെന്നാണ് പ്രതീക്ഷ. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. എന്തായാലും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഈ 8ാം ദിവസത്തേക്ക് കടന്നിരിക്കുമ്പോഴും യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നില്ല. മാത്രമല്ല, നദിയിൽ വളരെ ഉഗ്രസ്ഫോടനം നടന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തിയിരുന്നു. നദിയുടെ സമീപ പ്രദേശമായ ഉൾവാര ഗ്രാമത്തിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇവിടെ നിരവധി പേരെ കാണാതായിട്ടുണ്ട്.